2025 വഖാഫ് നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് നടനും തമിഴക വെട്രിക്കഴകം പ്രസിഡന്റുമായ വിജയ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചതായി ലൈവ് ലോ ഞായറാഴ്ചയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2025 വഖാഫ് നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച നിരവധി പ്രമുഖരുടെ പട്ടികയിൽ വിജയും ഉൾപ്പെടുന്നുണ്ട്. AIMIM MP അസദുദ്ദീൻ വൈസി, കോൺഗ്രസ് എംപിമാരായ മുഹമ്മദ് ജാവേദ്, ഇമ്രാൻ പ്രതാപ് ഗർഹി, AAP MLA അമാനത്തുള്ള ഖാൻ, ആസാദ് സമാജ് പാർട്ടി മേധാവി ചന്ദ്രശേഖർ ആസാദ്, സമാജ്വാദി പാർട്ടി MP സിയ ഉർ റഹ്മാൻ ബാർ എന്നിവരാണ് നിയമത്തെ വെല്ലുവിളിച്ച മറ്റുള്ളവരിൽ പ്രധാനികൾ. 12 മണിക്കൂർ നീണ്ട മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ കഴിഞ്ഞയാഴ്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും വഖാഫ് ബിൽ പാസ്സായിരുന്നു. ഏപ്രിൽ 5 പ്രസിഡന്റ് ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതോടെ അത് നിയമവുമായി മാറി. നിരവധി സംഘടനകൾ ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ആണ്. പാർലമെന്റ് പാസാക്കിയ നിയമനിർമ്മാണവും ഭേദഗതികളും ഏകപക്ഷീയവും വിവേചനപരവും ഒഴിവാക്കലിനെ അടിസ്ഥാനമാക്കിയുള്ളതുമാണെന്നാണ് അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ജംഇയ്യത്തുൽ ഉലമ ഇ ഹിന്ദിയിലെ മൗലാന അർഷാദ് മദാനി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്നിവയും മറ്റുള്ളവരിൽ ഉൾപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ DMKയും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വഖാഫ് ബില്ലിലെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അംഗമായിരുന്ന അവരുടെ MP A രാജ സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തു. 2025 വഖാഫ് നിയമത്തിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ പുതുതായി നടപ്പിലാക്കിയ നിയമങ്ങൾ മുസ്ലിം സമൂഹത്തോട് വിവേചനം കാണിക്കുന്നുവെന്നാണ് അവരുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നുവെന്നും അവകാശപ്പെടുന്നുണ്ട്.